നേരത്തെ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളൊന്നുമല്ല, മറിച്ച് മറ്റൊരിടത്ത് അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിൽ, അതായത് മൺകൂനയ്ക്കും നദിക്കും ഇടയിലുള്ളൊരു പ്ലേസിലാണ് ഈ വാഹനം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത് ക്രൂഷ്യലാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ സംഭവിച്ചില്ല എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്നും ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. എന്തായാലും നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം നടക്കാൻ പോകുന്നത്, ഏറ്റവും ശ്രമകരമായ ദൗത്യം നാളെയാണ് നടക്കാൻ പോവുക. കാരണം ഇത്രയും വലിയൊരു വാഹനം വെള്ളത്തിനടിയിൽ നിന്നും പൊക്കിക്കൊണ്ടുവരിക, ചെളി നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. അവിടുന്ന് ചെളി നീക്കം ചെയ്തിട്ട് വേണം ഡൈവേഴ്സിന്, അതും ഈ വാഹനം തെന്നി പോകാൻ നല്ല ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം തെന്നി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡൈവേഴ്സിന് അവിടെ ഹുക്ക് ഘടിപ്പിക്കാൻ പറ്റണം, എന്നിട്ട് ലോറി ലോക്ക് ചെയ്യാൻ പറ്റണം, അവിടെ നിന്ന് അത് ഉയർത്താൻ പറ്റണം. അത് ഇത്രയും ചെളി നീക്കം ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനെന്നുള്ളതാണ്. അത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ വലിയ പ്രതീക്ഷയാണ് അവിടുത്തെ MLA-യും ഒപ്പം SP-യും നമ്മോട് പങ്കുവച്ചത്. നാളെ തന്നെ ദൗത്യം പൂർത്തിയാക്കാനാകുമെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് തത്സമയം നമ്മുടെ പ്രതിനിധി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് നമുക്കൊരു ആശ്വാസ ദിനമെന്ന് മൊത്തമായി പറയാൻ പറ്റില്ലെങ്കിലും കൃത്യമായി നമ്മൾ ഇത്രയും നാൾ എവിടെയാണ് ലോറി, എവിടെയാണ് ഈ വാഹനം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ ദിവസമാണ്. ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ദിവസം, ദൗത്യത്തിന്റെ ഒരു ദിവസം, അതിലൊരു ഫലം കാണുന്നു, കൃത്യമായി ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, നാളെ ഒരു ദിവസം കൊണ്ട്, വൈകുന്നേരം കൊണ്ട് നമുക്ക് ഈ വാഹനം പുറത്തേക്ക് വലിച്ചെടുത്ത് ഉയർത്തണം. ആ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന ചോദ്യം, ഏറ്റവും പരമപ്രധാനമായ ചോദ്യം, അതിനുള്ള ഉത്തരം കിട്ടണം. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നു, ഒപ്പം എത്രമാത്രം ശ്രമകരമായിരിക്കും ഇനിയത്തെ ദൗത്യം? പ്രജിൻ, പ്രവിത, ഇന്ന് ശ്രമകരമായ ദൗത്യമായിരുന്നു, ദുഷ്കരമായ ദൗത്യമായിരുന്നു. ഇടവിട്ട് ശക്തമായി പെയ്യുന്ന മഴ, ശക്തമായ കാറ്റ്, ഒപ്പം പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നൊരു സാഹചര്യം, ശക്തമായ അടിയൊഴുക്ക്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇത് ഒരു സംഗമ കേന്ദ്രം കൂടിയാണ്, ഒരു അഴിമുഖമാണ്. അതായത് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഗോകർണം ബീച്ചാണ്. ആ ബീച്ചും കടലും പുഴയും സംഗമിക്കുന്നു, ഗംഗാവലി നദിയും സംഗമിക്കുന്ന ഒരു സംഗമ കേന്ദ്രത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. അത്രത്തോളം വീതിയുള്ള ഒരു പുഴയാണ്. 500 മീറ്ററിലധികം വീതിയാണ് ഈ അപകടം നടന്ന പ്രദേശത്ത് പുഴയ്ക്ക് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 250 മീറ്റർ അകലെ, അതായത് കരയിൽ നിന്ന് 250 മീറ്റർ അകലെയുള്ള ആ രൂപപ്പെട്ട തുരുത്തിൽ, ശിരൂർ കുന്ന് ഒന്നാകെ ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് വീണ് പുഴ തൂർന്നപ്പോൾ അവിടെ രൂപപ്പെട്ട ആ തുരുത്തിനും ഈ കരയ്ക്കും ഇടയിലാണ് ഈ ലോറി, അതായത് അർജുൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ആ ടാങ്കർ ലോറി, അർജുൻ ഉപയോഗിച്ച ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്, ഭാരത് ബെൻസിൻ്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. അത് തലകീഴായ നിലയിൽ അവിടെ മണ്ണിൽ നിൽക്കുന്നുവെന്നാണ് ഒടുവിൽ വിദഗ്ധരുൾപ്പെടെയുള്ള സംഘം പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞത്. ഞാൻ 6 മണിയോടെ ആ പ്രദേശത്തേക്ക്, ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടന്നിരുന്നു. അതിനുശേഷം ക്രെയിൻ എത്തിച്ചു. ഈ ക്രെയിനും അതുപോലെ തന്നെ ഈ യന്ത്രക്കയ്യും അവിടെ നിന്ന് വൈകുന്നേരത്തോടു കൂടി മാറ്റി. ശക്തമായ മഴയും അടിയൊഴുക്കും ഒപ്പം വെളിച്ചമില്ലായ്മയും പ്രധാന പ്രശ്നമായി നിലകൊണ്ടു. രാത്രി 11 മണിവരെ ഈ വാഹനം പുറത്തെത്തിക്കാനുള്ള, അല്ലെങ്കിൽ ആ ക്യാബിനിൽ നിന്ന് അർജുനുണ്ടെങ്കിൽ അർജുനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ 7 മണിയോടുകൂടി ഈ ദൗത്യം ഇന്നത്തേക്ക് താൽക്കാലികമായി ഉപേക്ഷിച്ചു. ഇനി വീണ്ടും നാളെ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ ഇവിടെ എത്തി. വൈകുന്നേരത്തോടുകൂടി ഇന്ദ്രപാൽ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഡൽഹിയിൽ നിന്നെത്തിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിശദമായ യോഗം, ഈ ദൗത്യസംഘത്തിൽപ്പെട്ട പ്രധാന ഉദ്യോഗസ്ഥരുടെ വിശദമായ യോഗം ചേർന്നു. ഇനി നാളെ എന്താണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള യോഗമാണ് ചേർന്നത്. മാത്രമല്ല, ഇന്ന് രാത്രിയോടുകൂടി, നാളെ പുലർച്ചയോടുകൂടി കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കുക. കാലാവസ്ഥ അനുകൂലമെങ്കിൽ നാളെ രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കുക. ഈ തെരച്ചിൽ എന്ന് പറയുന്നത് ഈ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ. അർജുന ക്യാബിനിലുണ്ടെങ്കിൽ പ്രഥമ പരിഗണന അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളതിനാണ്. അക്കാര്യമാണ് ഇന്ത്യൻ ആർമി അവസാനമായി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ലോറി പുറത്തേക്ക് പൊക്കുക, അല്ലെങ്കിൽ ഈ മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ ഏറെ നിർണായകമായത് ഈ 60 മീറ്റർ നീളമുള്ള ബൂം
അത് എത്തിച്ചുള്ള തിരച്ചിൽ തന്നെയാണ്. മാത്രമല്ല സോണാർ വെച്ചുള്ള പരിശോധന, റഡാർ പരിശോധന എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഈ സ്ഥലം സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അത്യാധുനിക ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു അഭാവം നമ്മുടെ ഈ തിരച്ചിലിനെ ബാധിച്ചിരുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നാളെ ഇപ്പോൾ മലയാളിയായ മുൻ സൈനികൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? ഈ ചെളി മാറ്റണം, മണ്ണ് മാറ്റണം, അത് എങ്ങനെ എത്രത്തോളം ശ്രമകരമാകും? അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ എത്തിക്കുന്ന ഉപകരണങ്ങൾക്കപ്പുറം മറ്റെന്തൊക്കെയാകും ഇവിടെ ഉണ്ടാവുക? പ്രവിധ, പ്രത്യേകിച്ച് നാളെ വിദഗ്ധമായ ഒരു പരിശോധന നടത്തണം, ചിത്രങ്ങൾ ശേഖരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ഇതിനപ്പുറം ഈ നദിക്കടിയിലേക്ക് ഉള്ള മണ്ണ് അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. അത്രത്തോളം മണ്ണ് കുന്നിടിഞ്ഞ് ആ നദിക്കടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തുരുത്തൊക്കെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരയിൽ നിന്ന് 250 മീറ്റർ അകലെ ഈ പുഴയുടെ നടുഭാഗത്തെ തുരുത്തൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം മണ്ണിപ്പോൾ ആ നദിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല അടിയൊഴുക്കുള്ള, നല്ല താഴ്ചയുള്ള നദിയാണ് ഗംഗാവലി. ഒപ്പം ഈ അഴിമുഖത്തിൻ്റെ ഒരു തുടക്കപ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേരുക, ഈ മുങ്ങൽ വിദഗ്ധർ എത്തിച്ചേരുക എന്നത് വളരെയേറെ പ്രയാസകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനുള്ള എല്ലാവിധത്തിലുള്ള യന്ത്രസാമഗ്രികളും എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ പുലർച്ചയോടുകൂടി ഈ യന്ത്രങ്ങൾ അവിടെ എത്തിക്കും. ഇന്ന് രാത്രിയിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള യോഗം ചേർന്നു. വിശദമായ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായി. എ എന്നും ബി എന്നും പേരിൽ 2 പദ്ധതികൾ, മാസ്റ്റർ പ്ലാനുകൾ ഇതിനായി തയ്യാറാക്കി. ആദ്യം അർജുനെ പുറത്തെത്തിക്കണം, അതിനുശേഷം ഈ ലോറി പൊക്കണം. ലോറി ഇപ്പോൾ നിലവിൽ ലോക്ക് ചെയ്തു വെക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലപ്രദമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ അടിയൊഴുക്കും ഒപ്പം മണ്ണും. ഇന്നിപ്പോൾ ശക്തമായ മഴ പ്രദേശത്തുണ്ടായിരുന്നു, ശക്തമായ കാറ്റുണ്ടായിരുന്നു. ബോട്ടിൽ പോലും ഈ നദിയിലൂടെ ഇതിനടുത്തേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പലതവണ നാവികസേനയും NDRFും ആർമിയും ഒക്കെ ബോട്ടിൽ അവിടേക്ക് ഇറങ്ങിയെങ്കിലും പകുതി വെച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും നാളെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നാളെ ഉച്ചയോടുകൂടി ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി കണക്കാക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി അർജുൻ പുറത്തെത്തും. അതിന് മുന്നോടിയായുള്ള യന്ത്രങ്ങൾ, അതായത് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഈ ചിത്രങ്ങൾ ശേഖരിക്കാനും ഈ യന്ത്രം, അതായത് ഈ ലോറി ലോക്ക് ചെയ്യാനും ഈ ലോറിയെ പൊക്കിയെടുക്കാനും ഒക്കെയുള്ള യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കും. ഒപ്പം ഈ ടീമിന്, അതായത് മുങ്ങൽ വിദഗ്ധരുൾപ്പെടെയുള്ള ടീമിന് എളുപ്പത്തിൽ ഈ വാഹനത്തിനടുത്തേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. പ്രവിധ, പ്രജിൻ. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ഈ അപകടത്തിന്റെ അതിന്റെ ആഴം, അതിന്റെ ഗൗരവം, അതിന്റെ വ്യാപ്തി, അതെല്ലാം പുറം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ അധികൃതർ ഇത്രയും മാത്രം ഈ കാര്യത്തിൽ ഇടപെടാൻ കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാർ അവിടെ പോയി അത് തത്സമയം റിപ്പോർട്ട് ചെയ്യപ്പോൾ മാത്രമാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കണ്ടോ, അവിടെ വലിയ പേമാരിയും കൊടുങ്കാറ്റും ഒക്കെ ഉള്ള സമയത്ത് പോലും ദൃശ്യങ്ങൾ ഇടപെടലില്ലാതെ നൽകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. നമ്മളിപ്പോൾ എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് കൃത്യമായി ഇപ്പോൾ പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതൊരു സാധാരണ അപകടമായി എല്ലാവരും അങ്ങ് എഴുതിത്തള്ളുമായിരുന്നു. അർജുൻ മാത്രമല്ല, അവിടെ കാണാതായ നിരവധി ആളുകളുണ്ട്. അവരെക്കുറിച്ച് അന്വേഷണം വന്നിട്ടുണ്ട്, അവരെക്കുറിച്ചും അന്വേഷിക്കണം, അത്തരം വാഹനങ്ങൾ അന്വേഷിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം വന്നത് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആ പുറത്തെത്തിയതിനു ശേഷം മാത്രമാണ്. ശരിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളെല്ലാവരും, ഒരുപക്ഷെ അരുണും ഒപ്പം ഹാഷ്മി, അരുൺ പൂപ്രാമ്പ് എല്ലാവരും അവിടെ ഉണ്ട്. ഒപ്പം ക്യാമറ ടീംസും നമ്മുടെ ഡ്രൈവേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നു, ഒരു ബ്രീഫിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തപ്പോഴാണ് കൃത്യമായി നമ്മൾ എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പ്രേക്ഷകരെ ധരിപ്പിക്കുന്നത്. അപ്പോൾ മലയാളികൾ ഇപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും പുറംലോകം അറിയുമായിരുന്നില്ല കാര്യം. ഇനി അറിയേണ്ടത് ഈ പ്രഷർ എത്രമാത്രം ഉണ്ട് എന്ന കാര്യം സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ എക്യുപ്മെന്റ്സ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണെങ്കിൽ പോലും എത്തിക്കുന്നത്. നാളെ കൊണ്ടുവരുന്ന ഈ വലിയ യന്ത്രങ്ങൾ, ആ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഈ അടിയൊഴുക്കിനെ അതിജീവിച്ച് താഴെ എത്തി ഈ ലോറിയുമായി ഇത് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഈ ഡൈവേഴ്സ് മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുമോ?
പ്രധാനമായും ഇന്നത്തെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഈ അർജുനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അത് എ എന്ന രീതിയിൽ ഒരു പ്ലാനായി ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ നാവികസേനയും NDRFും ഒക്കെ ഒരു പദ്ധതി, ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ബി എന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളത്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അക്കാര്യത്തിനായിരിക്കും. കാരണം ഈ സമീപവാസികളിൽ നിന്ന്, പ്രദേശവാസികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് 2 മാസത്തോളം ഇടതടവില്ലാതെ തുടർച്ചയായി പെയ്യുന്ന മഴ, ശക്തമായ കാറ്റ്, അതൊക്കെ ഈ നദിയിലെ അടിയൊഴുക്കിനെ കരുത്തുറ്റതാക്കിയിട്ടുണ്ട്, അടിയൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ കാറ്റും മഴയുമൊക്കെ ആ സമയത്ത് തെരച്ചിലിനെയും ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ദൗത്യത്തെയും ബാധിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയാള മാധ്യമങ്ങൾ എത്തിയത് കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ഒരു ഭീകരാവസ്ഥ, ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി പുറം ലോകം അറിഞ്ഞതെന്ന് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നൊരു ഘട്ടമുണ്ട്. പ്രത്യേകിച്ച് ഈ ശിരൂർ കുന്ന് മാത്രമല്ല പ്രജിൻ, അതിന് തൊട്ടപ്പുറത്ത് ഈ പുഴയുടെ, അതായത് 500 മീറ്റർ അകലെ പുഴയുടെ മറുകരയിൽ അങ്കോല താലൂക്കിൽ ഒളവറ എന്നൊരു ഗ്രാമപ്രദേശമുണ്ട്. ഈ കാർഷിക കുടുംബങ്ങൾ താമസിക്കുന്ന ഈ നിലക്കടലയും അതുപോലെ തന്നെ നെല്ലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ട് മൃഗങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് അങ്ങനെ ഉപജീവനം കഴിക്കുന്ന, ചെറിയ ചെറിയ കൂരകളിൽ ഉപജീവനം കഴിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ 30ഓളം വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. 10ഓളം വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയ ഒരു കാഴ്ച. നമുക്ക് ആ ദൃശ്യങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക. ഈ തെങ്ങൊക്കെ, വലിയ തെങ്ങൊക്കെ നടുകെ അതായത് വെട്ടിമാറ്റിയ പോലെ ചെത്തിപ്പോയ ഒരു അവസ്ഥയാണ് ആ പ്രദേശത്തുള്ളത്. അത്രത്തോളം സമ്മർദ്ദം ഈ മലയിടിച്ചലിന് ഉണ്ടായി. ഈ വെള്ളം പുറത്തേക്ക് തെറിച്ചു. ആ ചീറ്റിത്തെറിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം കൊണ്ടാണ്, ശക്തി കൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചു മാറ്റിയ പോലെ വീണ് ഒലിച്ചു പോകുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായത്. പല വീടുകളും അടിത്തറ ഉൾപ്പെടെ, അതായത് വീടിൻ്റെ അടിത്തറ മാത്രം ബാക്കി വെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ ഭാഗങ്ങളും ഒലിച്ചുപോയൊരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്രത്തോളം ഭീകരാവസ്ഥ, ഇത്രത്തോളം അപകടത്തിൻ്റെ ഒരു വ്യാപ്തി പുറം ലോകത്തറിഞ്ഞത് ഈ മാധ്യമപ്രവർത്തകർ ഉള്ളതുകൊണ്ട്, മലയാള മാധ്യമപ്രവർത്തകർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നാളത്തെ ഈ ഒരു കാര്യം, അതായത് നാളത്തെ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കേണ്ടതിന് കൂടുതൽ യന്ത്രങ്ങൾ, ആധുനികമായ യന്ത്രങ്ങൾ, ഡ്രോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ആ യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തും. രാത്രി പരിശോധന ഇന്ന് എന്തായാലും ഇല്ല, രാത്രിയോടുകൂടി യന്ത്രങ്ങൾ എത്തും. അതിനാണ് ഇന്ന് രാത്രിയുള്ള പ്രധാനമായ ഒരു പ്രവർത്തനമായി നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ ഈ പ്രവർത്തനം ആരംഭിക്കും, അതായത് ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പുഴയിലിറങ്ങുക, മുങ്ങൽ വിദഗ്ധരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒപ്പം യന്ത്രങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അറിയാൻ സാധിച്ചത് യന്ത്രങ്ങളെ കൊണ്ട് ഇത് ലോക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം കുറച്ച് അകലെയാണ്, ഈ പുഴയിൽ നിന്ന് കുറച്ച് അകലെയാണ്. ഈ 250 മീറ്ററിന് ഇടയിലാണ് ഈ ഒരു ലോറി ഉള്ളത്. അത് തലകീഴായി കിടക്കുകയാണ്. അത് എങ്ങനെയാണ് കിടക്കുന്നത്, എവിടെ ലോക്ക് ചെയ്യണം എന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ആളുകൾ, മുങ്ങൽ വിദഗ്ധർ ഈ വെള്ളത്തിനടിയിലേക്ക് പോയേ മതിയാവൂ. എന്നാൽ മാത്രമേ ഈ ലോറിയുടെ കൃത്യമായൊരു സിസ്റ്റം മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി നമുക്ക് ആ ശുഭപ്രതീക്ഷ, ആ വിവരം, നമ്മളേവരും ദിവസങ്ങളായി കാത്തിരുന്ന 9 ദിവസമായി ഇന്നേക്ക്, നാളേക്ക് 10ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം കാത്തിരുന്ന ആ ഒരു വിവരം പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രവിത. ശരി, അരുൺ പാറക്കലാണ് ഷിരൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. അരുൺ ഉൾപ്പെടെ നമ്മുടെ മറ്റു റിപ്പോർട്ടേഴ്സും ഒക്കെ രാവിലെ മുതൽ ഷിരൂരിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്ത് തന്നെയാണ്. 6:30 തുടങ്ങിയ ലൈവാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എന്തായാലും അവരുടെ കാര്യവും പറയേണ്ടതുണ്ട്. മാത്രമല്ല നാളെ മാധ്യമങ്ങളോട് ഈ ഇടത്തേക്ക് വരരുത് എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. കാരണം അവരുടെ എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സുമായിട്ടുള്ള ഒരു ക്ലാഷ് ഒന്നും വരാതിരിക്കാനാണ് പ്രത്യേകമായിട്ടും. അപ്പോൾ അത് ഒന്ന്. പിന്നെ അവർക്ക് കൂടുതൽ വിപുലമായ രീതിയിൽ അവരുടെ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ, അതായത് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് നാളെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഈ MLA തന്നെ അവരെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ഇത്രയും ദിവസം അങ്ങനെ ഒരു അപ്ഡേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ വിവരങ്ങൾ ശേഖരിച്ചത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവിടെ ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അവിടുത്തെ MLA യും ഒപ്പം SP യും എല്ലാം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിവരിച്ചത്. നമ്മുടെ MLA മാരും അവിടെ
ഉണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം MLA അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് സച്ചിൻ ദേവ് MLA ഉണ്ട്. അങ്ങനെ നമ്മുടെ മലയാളികളുടെ ഒരു സംഘവും അവിടെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ സംഘം മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ MLA തന്നെ വൈകിട്ട് നമ്മളെ അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ അവിടെ ഉണ്ടായത് വലിയ പേമാരിയാണ്, വലിയ പെയ്ത്താണ്, കൊടുങ്കാറ്റ്, ശക്തമായ കാറ്റ് വീശുമ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനും ഈ ക്യാമറ വെക്കാനൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ചിന്തിക്കേണ്ട മറുഭാഗമുണ്ട്. അത്രയും സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് വലിയ അത്രയും ശക്തമായ കാറ്റും മഴയുള്ളപ്പോൾ ആ നദിയിൽ നടത്തുന്ന തെരച്ചിൽ അവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ, എത്രമാത്രം റിസ്കിയാണ് റെസ്ക്യൂ ഓപ്പറേഷൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതെല്ലാം അവഗണിച്ചാണ് നമ്മുടെ ആർമി ടീമും NDRF ടീമും നാവിക സേന ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ ഒരുപോലെ കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നാളെ കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്ത, ആ വാഹനം പുറത്തേക്ക് എത്തിക്കുന്നു, അതിൻ്റെ ക്യാബിനിൽ അർജുൻ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം നാളെ ലഭിക്കുകയും ചെയ്യുന്നു.